വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. ഒരുമിച്ച് എല്ലാവരും വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. എൻ ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. പരിശുദ്ധ അമ്മയെ ഞാനാണ് എപ്പോഴും ഓർത്തുപോയത്. ഔസപിതാവിനും ഇതേ കേസ് തന്നെയായിരുന്നു. ഔസപിതാവിനും സംശയം തന്നെയായിരുന്നു ശരിക്കും. പക്ഷെ ആ വിഷയത്തിൽ അമ്മയെടുത്തൊരു നിലപാടുണ്ട്. അത് ആ കാലങ്ങളെല്ലാം അമ്മ തന്നോടുകൂടി ആയിരുന്ന ഒരു നിലപാടാണ് എടുത്തത്. സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു നിലപാട്, ഒരു ശിഷ്യയുടെ നിലപാട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നിങ്ങളെ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നിങ്ങളെ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളെ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളിൽ സാക്ഷികളാകും. ആ ദിവസം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-39 തിരുവചനം ഏറ്റു പറഞ്ഞ്, ആ ദിവസങ്ങളിൽ മറിയാം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഭയങ്കര ആരോപണം തൻ്റെ ഉദരത്തിൽ നൽകിയ ഗർഭശിശുവിനെ കുറിച്ചുള്ള വീട്ടുകാരുടെയും ആരോപണം ഉയരുന്ന സമയത്താണ് ഇയാളിങ്ങനെ കൈയെടുക്കുമ്പോൾ അത് ആ അഭിവാദനം കേൾക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നിറയുന്നത്. ഇത് വിശ്വാസിയുടെ മാതൃകയാണ് ശരിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവം നൽകുമ്പോൾ ഓർക്കണം, അത് നിലവിലിരിക്കുന്ന ഉടനെ ചാടി വനിതാ കമ്മീഷനിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ പോകാനുള്ള വിശ്വാസിക്കുള്ള നിർദ്ദേശം എന്താണ്? വിശ്വാസി ആ സമയത്ത് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. എൻ്റെ ജീവിതത്തിൽ തന്നോടുകൂടി ആയിരിക്കും. ഏതവസ്ഥയായാലും ശരി തന്നോടുകൂടി ആയിരിക്കുവാനാണ് ആദ്യത്തെ വിളി. രണ്ടാമതാണ് നിയമ നടപടിയും നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ മനുഷ്യനെ ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 3:14 മർക്കോസിൻ്റെ സുവിശേഷം എന്താണ്? തന്നോടുകൂടി ആയിരിക്കുവാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അടിസ്ഥാനപരമായി ഞാനൊരു വിശ്വാസ നിലയിൽ പ്രാർത്ഥനയിലെ ദൈവവചനത്തിലെ ദൈവത്തോട് കൂടെ ആയിരിക്കുവാൻ എന്നെ സഹായിക്കണമേ, അഭിഷേകം ചെയ്യണമേ. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല.
അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അച്ഛന് ഈശോയുടെ വചനങ്ങൾ നിങ്ങൾ പങ്കുവെക്കുമ്പോഴേ നിങ്ങൾ അത് ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കണം. കാര്യം വിശ്വാസം എപ്പോഴും വില കൊടുക്കേണ്ട ഒരു വിഷയമാണ്. പത്രോസിൻ്റെ 2 പത്രോസ് 1:10 വായിച്ചില്ലേ? നിങ്ങൾ വീണു പോകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ്? വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കണം. അത് ഇടയ്ക്കിളകുകയെ ഇതുപോലെ ഇളകുമ്പോൾ ഉറപ്പിക്കണം. എങ്ങനെ ഉറപ്പിക്കും? നമ്മൾ തന്നോടുകൂടി ആയിരുന്നു കൊണ്ടാണ് ഉറപ്പിക്കുന്നത്. അതാണ് മർക്കോസിൻ്റെ 3:15. പ്രാർത്ഥനയിലും വിശുദ്ധിയിലും വിശ്വാസത്തിലും അതല്ലേ എലിസബത്ത് അമ്മയെ കാണുമ്പോഴേ. ഔസപിതാവ് ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാക്കിയെങ്കിലും അമ്മ ഔസപിതാവിൻ്റെ വാക്കിലല്ല വിശ്വസിച്ചത്. മനുഷ്യന്മാരുടെ കുറേ വാക്കുകളുണ്ടാകും, അതിലല്ല വിശ്വസിക്കുക. അപ്പം നമ്മൾ മനുഷ്യൻ്റെ കൂടെ ആകത്തുള്ളൂ. ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്നത്. അമ്മയെ കണ്ടപ്പോൾ എലിസബത്ത് എന്താ പറയണത്? സംശയത്താൽ ആരോപിതയായ മറിയത്തെയാണ് എലിസബത്ത് കാണുന്നത്. പക്ഷെ എലിസബത്ത് എന്താ പറയണത്? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ 1:45 ലൂക്കാ സുവിശേഷം. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ ഏറ്റു പറഞ്ഞേ. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്വർഗീയ മന്ന വഹിക്കും വാഗ്ദാന പേടകമേ. സ്വർഗീയ മന്ന വഹിക്കും വാഗ്ദാന പേടകമേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഇപ്പോഴും നമ്മൾ ആ വചനം ശ്രദ്ധിച്ച എൻ്റെ മക്കളെ, സഹോദരങ്ങളെ, അതായത് മർക്കോസ് 3:14 എന്താണ് വിളി? എന്താണ്? തന്നോടുകൂടി ആയിരിക്കുവാനും സുവിശേഷം പ്രസംഗിക്കുവാനും തനിക്കിഷ്ടപ്പെട്ടവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു എന്നാണ് മർക്കോസിൻ്റെ സുവിശേഷം 3:14-15. അപ്പോൾ അതാണ് വിളി. എന്തിനാണ് വിളിക്കണത്? ഒന്ന് തന്നോടുകൂടി ആയിരിക്കുവാൻ. എന്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായാലും ബേസിക്കായിട്ട് നമ്മൾ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ അരുളപ്പാടോടുകൂടി ആയിരിക്കും. പിന്നെ എന്താണ്? സുവിശേഷം പ്രസംഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനത്തിന് സാക്ഷ്യം നൽകുക. അതാണ് എലിസബത്ത് പറയണത്. മേരി, ഇത്രയും ഇഷ്യൂസൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ബേസിക്കായിട്ട് നീ എന്താ ചെയ്തിരിക്കുന്നത്? അതാ 1:45 ലൂക്ക. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങളാണ്, അല്ലാതെ ഔസപിതാവ് പറഞ്ഞ കാര്യങ്ങളല്ല. ഔസപിതാവിൻ്റെ വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞ കാര്യങ്ങളല്ല. നിന്നെ തട്ടിക്കളയെന്ന് വരെ പറഞ്ഞ ആൾക്കാരുണ്ട്. കല്ലെറിയുമെന്നും കൊല്ലൂന്ന് വരെ പറയും. മനുഷ്യൻ്റെ വാക്കുകളാണ്.
നീ മനുഷ്യൻ്റെ വാക്കുകളിലല്ല വിശ്വസിച്ചത്, നീ ദൈവത്തിൻ്റെ വാക്കുകളിലാണ് വിശ്വസിക്കുന്നത്. അതാണ് വിളിയെന്ന് പറയണത്. എന്താണ്? തന്നോടുകൂടി ആയിരിക്കുവാനും സുവിശേഷത്തിന് സാക്ഷ്യം നൽകുവാനും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ കൃപാസന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സോഫി. ഞാൻ വാഴക്കുളം കദലിക്കാട് വിമലമാത ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 11/7/2022 എൻ്റെ നിയോഗം എൻ്റെ മകനൊരു ജോലിയായിരുന്നു. അവൻ ബിടെക് കഴിഞ്ഞ് കാനഡയ്ക്ക് പോയി 2 വർഷത്തെ കോഴ്സ് എടുത്ത് കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ് 2 വർഷത്തെ കോഴ്സിന് കാനഡയിൽ പോയി പഠിച്ചു. അത് കഴിഞ്ഞ് അവന് 4 മാസത്തെ ഇൻറ്റേൺഷിപ്പ് വേണമായിരുന്നു. ഞാൻ ഒരു 2018-2019 സമയത്താണ് കൃപാസനത്തെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത്. അന്ന് ഇതിനെപ്പറ്റി ഒരു ധാരണ എനിക്കില്ലായിരുന്നു. ജസ്റ്റ് കേട്ടു, ഞാനതങ്ങ് വിട്ടു. പിന്നെ സാധാരണ ആൾക്കാരെ പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ മിക്കവാറും ദൈവത്തെ വിളിക്കുന്നത്. അയ്യോ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണേ, അല്ലെങ്കിൽ അങ്ങനെ വേണമേ എന്ന്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഞാൻ അങ്ങനെ ഒരാളായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ദുബായിലായിരുന്നു. എനിക്ക് എൻ്റെ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് അവിടെ ഒരു ജോലി കിട്ടി. ഞാൻ ദുബായിക്ക് പോയി. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കോവിഡ് തുടങ്ങിയ ടൈമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ സാക്ഷി എഴുതുന്ന ടൈമിൽ ഞാൻ എൻ്റെ ഇമെയിൽ നോക്കി കഴിഞ്ഞപ്പോൾ ഡേറ്റ് കിടക്കുന്നത് സെപ്റ്റംബർ 17, 2020 അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ആ സമയം ആയപ്പോഴത്തേക്കും എനിക്ക് ഏകദേശം കാനഡയ്ക്ക് പോകാനുള്ള ഒരു ചിന്ത എൻ്റെ തലയിലേക്ക് വന്നു. അത് ഒരിക്കലും പ്ലാൻ ചെയ്തിട്ട് വന്ന കാര്യമൊന്നുമല്ല. അത് ഇതേപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ, ചിലപ്പോൾ അല്ല മാതാവ് ചിലപ്പോൾ അവൻ വഴി എന്നോട് പറഞ്ഞതായിരിക്കും. എന്നോട് പറഞ്ഞു കാനഡയിലെ പാസ്പോർട്ട് ഭയങ്കര പവർഫുള്ളാണ്, അതെടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രോസസ്സ് ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ചാണ് തുടങ്ങിയത് ദുബായിൽ വെച്ചിട്ട്. നിർഭാഗ്യവശാൽ അവന് കിട്ടിയില്ല, അല്ലെങ്കിൽ അവനത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല സാമ്പത്തിക സാഹചര്യങ്ങൾ കാരണം. പക്ഷേ മാതാവ് ആ സമയത്തും എന്നെ കൈപിടിച്ച് നടത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും. അതുതന്നെയാണ് എൻ്റെ സത്യവും. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അന്ന് നമ്മൾ കൃത്യം കോവിഡിൻ്റെ ടൈമാണ്, എല്ലാ കാര്യങ്ങളും ക്ലോസ് ചെയ്തിരിക്കുന്ന ടൈമാണ്. ഞാൻ തിരിച്ച് 2021 ഫെബ്രുവരിയിൽ ഞാൻ നാട്ടിലെത്തുന്നു. അപ്പോഴും ഞാൻ ഉടമ്പടി തന്നെയാണ്. അത് കഴിഞ്ഞ് അപ്പോഴൊന്നും എൻ്റെ പ്രോസസ്സ് പരിപാടികളൊന്നും നടന്നിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. എവിടെയൊക്കെ ചെറിയ എന്താ പറയുന്നത് ഹേർഡിൽസ് ഉണ്ടായിരുന്നു. ഒരു മാസമൊക്കെ കഴിഞ്ഞ് അപ്പോഴും നമ്മൾ ഈ ഓൺലൈൻ ഉടമ്പടി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. മെയ് അത് കഴിഞ്ഞ് എൻ്റെ വിസ കാര്യങ്ങൾ വന്നു. കാര്യം ഡിലേ ആയിരുന്നു, ലേറ്റ് ആയിരുന്നു, ഒത്തിരി ലേറ്റ് ആയിരുന്നു. വിസ കാര്യങ്ങളൊക്കെ വന്നു. എന്നിട്ട് 2021 മെയ്യിൽ ക്ലാസ് തുടങ്ങി. ഓൺലൈനായിട്ട് ഒരു സെമിസ്റ്റർ വീട്ടിൽ ഇരുന്ന് അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ 2021 സെപ്റ്റംബർ 1 കാനഡയ്ക്ക് പോകുന്നത്. കാനഡയ്ക്ക് ചെന്നു. എൻ്റെ കോഴ്സ് കാര്യങ്ങളൊക്കെ അങ്ങനെ പോയി. പിന്നെ നേരത്തെ അമ്മ പറഞ്ഞ പോലെ ഇൻറ്റേൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഇതേപോലെ ഒരു സെപ്റ്റംബർ 2 2022 സെപ്റ്റംബർ 2 എൻ്റെ ഇൻറ്റേൺഷിപ്പ് തുടങ്ങുന്നത്. അതിനേക്കാളും വെറും ഒരാഴ്ച മുന്നെയാണ് എനിക്ക് ഇൻറ്റേൺഷിപ്പ് റെഡിയാവുന്നത്. ഞാൻ ആ സമയത്ത് വീണ്ടും എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു 5ാമത്തെയോ 6ാമത്തെയോ ഓൺലൈൻ ഉടമ്പടിയുടെ പുതുക്കലായിരുന്നു അത്. എനിക്കിവിടെ വന്ന് ചെയ്യാൻ പറ്റിയില്ല. ഒരു തവണ പോലും എനിക്ക് ഓൺലൈൻ എല്ലാ തവണയും എനിക്ക് ഓൺലൈനായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ വന്ന് ചെയ്യാൻ പറ്റിയില്ല. അപ്പം പുതുക്കി. ആ സമയത്ത് എനിക്ക് ഇൻറ്റേൺഷിപ്പ് ജോലി കിട്ടി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഭാഗ്യം, ജോലി കിട്ടി, എല്ലാം ഓക്കെ ആയെന്ന് വിചാരിച്ചു. പക്ഷേ അവിടുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹനമായിരുന്നു. കാരണം രാവിലെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. എനിക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് 1.5 മണിക്കൂറുണ്ട്. ഞാൻ ഏകദേശം 4 മണി 4:30 ആകുമ്പോൾ എണീറ്റ് കഴിഞ്ഞിട്ട് ബസ്സിന് കയറി പോവും. ഈ കൃപാസനം നമ്മുടെ രാവിലത്തെ പ്രതീക്ഷിതരണ പ്രാർത്ഥനയൊക്കെ 5:30 ആകുമ്പോൾ ബസ്സിലിരുന്ന് ചെല്ലും. ആ സമയത്ത് തന്നെ ബൈബിളും വായിക്കും. അതിൻ്റെ ഒപ്പം തന്നെ കൊന്തയും ചെല്ലും. ഈ കൊന്ത ചെല്ലണ പല സമയത്തും നിങ്ങൾ കാനഡയിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അറിയാം, പല ആൾക്കാർക്കും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. നമ്മളങ്ങനെ അവിടെ വലിയ വിശ്വാസം എന്ന് പറഞ്ഞ സാധനം വലിയൊരു സംഭവമല്ല അവിടെ. അപ്പം ഞാനിങ്ങനെ കൊന്തയൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ ഇവൻ എന്തോ ഒരു സാധനം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഭയങ്കര പെർപ്ലക്സ്ഡായിട്ട് ഫേസിലേക്കൊക്കെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ
അത് ആ സമയത്തെല്ലാം എൻ്റെ വിശ്വാസം മറ്റുള്ളവരെ പ്രഘോഷിക്കാനുള്ളൊരു അവസരമായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെ പോയി 4 മാസം എൻ്റെ പ്രാർത്ഥനയും അതോടൊപ്പം ഇൻറ്റേൺഷിപ്പ്, ജോലി, കാര്യങ്ങൾ ഒരു ആഴ്ച എന്നെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്രയും ജോലിയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഇൻറ്റേൺഷിപ്പ് തീരാറായ ടൈം ആയപ്പോൾ അവസാനത്തെ ഒരാഴ്ച ഞാൻ എൻ്റെ HR-നോട് ചോദിച്ചു, എനിക്കൊരു ജോലി ഇവിടെ തന്നെ സ്ഥിരമാക്കി തരാമോ എന്ന് ചോദിച്ചു. ഞാൻ എന്നാൽ പറ്റുന്ന രീതിയിലൊക്കെ ചോദിച്ചു, എന്നാൽ പറ്റുന്ന രീതിയിലൊക്കെ വേറെയുള്ള കമ്പനികളിലൊക്കെ അപ്ലൈ ചെയ്തു. എങ്ങും ജോലി കിട്ടിയില്ല. ഡിസംബർ 22, 2022 ഒരു വെള്ളിയാഴ്ച എന്നോട് പറഞ്ഞു, ഇവിടെ ഫുൾ ടൈമിന് ജോലി തരില്ല, ഞങ്ങൾ എന്തെങ്കിലും ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം മാതാവ് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചേക്കുക. ഓക്കെ, ഇവന് ഇൻറ്റേൺഷിപ്പ് കൊടുത്തു, ഇനിയിപ്പോൾ അടുത്തത് ഇവന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, അതിന് മുന്നേ കുറച്ച് സഹനം വേണം എന്നുള്ള രീതിയിൽ. പിന്നെയുള്ള 2 മാസം സഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയില്ല. 2 മാസം ഞാൻ വീട്ടിൽ ജോലിയില്ലാതിരുന്നു കാനഡയിൽ. നിങ്ങൾ പുറത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അറിയായിരിക്കും, ജോലി ഇല്ലെങ്കിൽ നമുക്ക് റെൻറ്റ്, ഫുഡ്, കാര്യങ്ങൾ, വീട്ടിൽ നിന്ന് പൈസ വയ്ക്കാൻ പറ്റില്ല. കാരണം എന്നാ, നമ്മൾ ലോൺ എടുത്തിട്ടും അല്ലെങ്കിൽ വീട്ടിലെ ബാധ്യതയായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഒരു പൈസ പോലും ചോദിക്കാൻ പറ്റില്ല. ആ സമയത്ത് എനിക്ക് മാതാവ് പൈസയായിട്ടും അല്ലെങ്കിൽ അങ്ങനത്തെ സഹായമായിട്ടും ഒന്നും തന്നില്ല. പകരം എനിക്ക് കുറച്ച് നല്ല സുഹൃത്തുക്കളെ തന്നു. എന്നോട് അവർ പറഞ്ഞു, നീ എനിക്ക് റെൻറ്റ് തരണ്ട, 2 മാസം നീ 2 മാസമല്ല, നിനക്ക് എന്ന് ജോലി കിട്ടുന്നോ, നിനക്ക് എന്ന് ശമ്പളം വരുന്നോ, നിൻ്റെ കാര്യങ്ങളെല്ലാം, നിൻ്റെ ബാധ്യതകളെല്ലാം തീർന്നിട്ട് നീ എനിക്ക് ഞങ്ങൾക്ക് റെൻറ്റ് തന്നാൽ മതി, അല്ലെങ്കിൽ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 2 മാസം റെൻറ്റും എൻ്റെ ഫുഡിൻ്റെയും പൈസ കൊടുത്തു സുഹൃത്തുക്കൾ. ആ സമയത്ത് മാതാവ് അവിടെ, മാതാവിൻ്റെ വലിയൊരു കരം അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് എൻ്റെ സത്യവും. അത് കഴിഞ്ഞപ്പം 2 മാസം കഴിഞ്ഞ് എനിക്ക് ഫെബ്രുവരി 28, 2023 ജോലിക്ക് കയറുന്നു. അതും ഇതേപോലെ തന്നെ നല്ല രീതിയിൽ അലഞ്ഞിട്ടാണ് ജോലി കിട്ടുന്നത്. അങ്ങനെ ജോലി കിട്ടി, ജോലി കയറി, എനിക്കൊരു തൃപ്തി വരുന്നില്ല. ഞാൻ എത്ര നോക്കിയിട്ടും ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ നമ്മൾ എൻജിനീയറിങ് അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഫീൽഡ് ഭയങ്കര കോറായിട്ടുള്ള സബ്ജക്റ്റ് പഠിച്ച ആൾക്കാർക്ക് ചില കാര്യങ്ങൾ, ഞാൻ അതാണ് പഠിച്ചത്, എനിക്ക് ആ ജോലി തന്നെ വേണം എന്നുള്ളൊരു സാധനമുണ്ട്. അതേപോലത്തെ ഒരു പ്രശ്നം എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ എത്ര നോക്കിയിട്ടും ഞാൻ പഠിച്ച സാധനത്തിൽ എനിക്ക് ജോലി ചെയ്യാൻ ഒരു തൃപ്തി വരുന്നില്ല. അപ്പോൾ ജോലിക്ക് കയറി പിറ്റേ ആഴ്ച തൊട്ടിട്ട് ഞാൻ പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്തു തുടങ്ങി. ഞാൻ ഏകദേശം ഒരു 200-300 ജോലിക്ക് അപ്ലൈ ചെയ്ത് ഒരു 70-75 ഇൻ്റർവ്യൂകൾ ഞാൻ അറ്റൻഡ് ചെയ്തു. ഒരു രക്ഷയില്ല. ഒരു രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ എൻ്റെ സകല കിളിയും പോയി ഇരിക്കുവാണ്. ഒരു പരിപാടിയും നടക്കുന്നില്ല. ഒരു വരുമാനമുണ്ട്, പക്ഷേ ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല. ഓരോ ദിവസം എണീക്കുമ്പോൾ രാവിലെ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ കിട്ടുന്ന ഒരു സാധനം എനിക്കില്ല. അപ്പോൾ അങ്ങനെ വന്നു ഒരു 7-8 മാസമായി. അങ്ങനെ ഒക്ടോബർ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയിലൊരു നിയമമുണ്ട്. ആ കമ്പനി തന്നെയുള്ള ആ കമ്പനിയുടെ തന്നെ സൈഡ് അല്ലെങ്കിൽ സിസ്റ്റർ കമ്പനികളിലേക്ക് ആർക്കും ജോലി കിട്ടില്ല. ആ സമയത്ത് ഞാൻ അതൊന്നും നോക്കിയില്ല. ഞാൻ ആ കമ്പനികളിലേക്ക് തന്നെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. എനിക്കറിയാമായിരുന്നു എന്നെ എവിടെയെങ്കിലും വിളിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. 2023 ആ ഒക്ടോബർ അവസാനമായപ്പോഴത്തേക്കും ഞാൻ അപ്ലൈ ചെയ്ത് എന്നെ 4-5-3 തവണ സെയിം പ്രൊജക്റ്റിൽ നിന്ന് റിജക്റ്റ് ചെയ്ത് 35 ആപ്ലിക്കേഷൻ ഇട്ട സെയിം കമ്പനിയിൽ നിന്ന് ഞാൻ ആപ്ലിക്കേഷൻ ഇടാതെ അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചു. അപ്പോഴും നമ്മുടെ പ്രശ്നം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ അറിയത്തില്ല, 2 വാക്കും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയത്തില്ല. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറിലുള്ള സംസാരത്തിൽ നമ്മൾ നമ്മളെ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷെ എന്നാലും എനിക്കതിനുള്ള ഗട്ട്സ് ഇല്ലായിരുന്നു, അതിനുള്ള ധൈര്യം ഇല്ലായിരുന്നു. ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്, ഒരു മെഡലുണ്ട്, മാതാവിൻ്റെ മെഡൽ, അത് ഇവിടുന്ന് ഞാൻ അങ്ങോട്ടേക്ക് അയപ്പിച്ച് അമ്മ എനിക്ക് അയച്ചു തന്നു. ഇപ്പോൾ ഏത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാനിത് കൈ പിടിക്കും, തൈലം എടുത്ത് നെറ്റിയിൽ പൂശിയിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ ഉപ്പും യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് അവിടെ കിട്ടിയായിരുന്നു. ഇത് എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലുണ്ട്. എല്ലാ സാധനങ്ങളും അത് യൂസ് ചെയ്യേണ്ട രീതിയിലും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യേണ്ട രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുകയോ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഒരു ദിവസം എനിക്ക് തോന്നുന്ന ഒരു ബുധനാഴ്ച വ്യാഴാഴ്ച എങ്ങാണ്ടാണ് എനിക്ക് അവിടെ സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ ഒരു മലയാളം പള്ളിയുണ്ട്, വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാൻ കുർബാന കഴിഞ്ഞ് വീട്ടിലെത്തി. ആ സമയമായപ്പോഴത്തേക്കും എന്നേക്കാളും 3 മണിക്കൂർ എഹെഡ് ആയിട്ടുള്ള ഒരു ടൈം സോണിൽ നിന്ന് അവിടെ നിന്ന് എന്നെ വിളിക്കുക. സാധാരണ അങ്ങനെ ഒരു സമയത്ത് ഒരു ഇൻ്റർവ്യൂവിനും ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് വിളി വരേണ്ടതല്ല. അവരിങ്ങോട്ട് വിളിച്ചു, എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഉറപ്പായിട്ട് താല്പര്യമുണ്ട്. കാരണം നേരത്തെ ഇൻറ്റേൺഷിപ്പ് കിട്ടി 4 മാസം ജോലി ചെയ്ത കമ്പനിയിലും ആ ഇൻറ്റേൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞ് ഡിസംബർ 22-ാം തീയതി എൻ്റെ ജോലി പോയിട്ട് പിറ്റത്തെ ആഴ്ച ആ കമ്പനി തന്നെ വീണ്ടും ഒരു ഇൻ്റർവ്യൂ ചെയ്ത് അന്ന് റിജക്റ്റ് ചെയ്ത ആൾക്കാർ തന്നെയാണ് വീണ്ടും തിരിച്ച് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഇങ്ങനൊരു ഓപ്പണിംഗ് കൊണ്ട് വേണം, താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും താല്പര്യമുണ്ട്. ഒരാഴ്ച കഴിഞ്ഞു. കൃത്യം പിറ്റത്തെ ഇത് ബുധനാഴ്ചയാണ്. വെള്ളിയാഴ്ച ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ റെഡിയായി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എന്നോട് വെറും 8 മിനിറ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിങ്ങനെ മാതാവിൻ്റെ മറ്റേ കുഞ്ഞു മെഡൽ എൻ്റെ കൊന്തയിലുണ്ട്, അതിങ്ങനെ പിടിച്ചോണ്ടിരിക്കും. അപ്പം അവർ നോക്കുമ്പോൾ നമ്മൾ നല്ല എളിമയായിട്ടിരിക്കുന്നു, നമ്മൾ ഭയങ്കര വിനയത്തോടെയൊക്കെ ഇരിക്കുന്നു. പക്ഷേ അത് മാതാവിന് നെഞ്ചത്ത് ചേർത്ത് പിടിച്ചോണ്ടാണ് ഇരുന്നത്. ഇൻ്റർവ്യൂ കഴിഞ്ഞു. 8 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. എന്നോട് ആകെ ചോദിച്ചത് ശമ്പളം എത്ര വേണമെന്നാണ് ചോദിച്ചത്, വേറെ ഒന്നും ചോദിച്ചില്ല. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പുതിയ സ്ഥലത്തേക്ക് ജോലി കിട്ടി. ഞാൻ അങ്ങോട്ടേക്കും മാറി. ആ സമയത്തൊന്നും ഞാൻ വിചാരിച്ചില്ല ഓക്കെ അടുത്ത് എന്താണ് ഞാൻ ചെയ്യേണ്ടത്. പക്ഷെ എനിക്ക് ആകെ അറിയാവുന്നത് മാതാവ് എന്നെ അവിടെ എത്തിച്ചു, പുതിയ സ്ഥലത്ത് എത്തിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഇൻറ്റേൺഷിപ്പിന് കയറിയപ്പോൾ ഉള്ള 4 മാസത്തെ അതേ കഠിനമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ അവിടെ പോയിട്ട് 2023 നവംബർ 20-ാം തീയതി ജോയിൻ ചെയ്തതാണ് അവിടെ. അടുത്ത മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെ പോലെ നല്ലൊരു ജോലിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ PR-നുള്ള കാര്യങ്ങളാണ്. എനിക്ക് PR-നെ പറ്റിയിട്ട്, ഞാൻ പോയ പുതിയ സ്ഥലത്ത് PR-നെ പറ്റിയിട്ട് യാതൊരു ധാരണ എനിക്കില്ല. കാരണം എനിക്ക് അവിടെ എൻ്റെ സാഹചര്യം വെച്ചിട്ട് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. ആ സമയത്തും എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമ്മുടെ കയ്യിലേക്ക് നേരിട്ട് എത്തിക്കത്തില്ല. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ആളാണ്. മാതാവ് ആ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ വഴി വെറുതെ എന്നെ വിളിക്കേണ്ട ഒരു കാര്യമില്ല. അവൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇങ്ങനൊരു സാധനമുണ്ട്, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാനത് കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചു, എന്നാലും ചുമ്മാ ഒന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ പ്രോസസ്സ് വിചാരിക്കാത്ത രീതിയിൽ കഴിഞ്ഞു. ഈ സെപ്റ്റംബർ 1-ാം തീയതി ആകുമ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ഇവിടുന്ന് പോയിട്ട് 4 വർഷമാവുകയാണ്. ആരെയും കണ്ടിട്ടില്ല. 4 വർഷമാവുകയാണ്. അപ്പോൾ മാതാവ് എന്നെ ഇങ്ങനെ കാത്തു പരിപാലിച്ചുകൊണ്ട് ഇരിക്കുവാണെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ ജോലിക്ക് കയറി നവംബർ 20-ാം തീയതി ജോലിക്ക് കയറി. നവംബർ 21 ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അന്ന് ഞാൻ എൻ്റെ ഓഫീസിൽ ചെന്ന് ഞാൻ ആദ്യമേ ചെയ്തത് എൻ്റെ മോണിറ്റർ പൊക്കിയിട്ട് ആ മോണിറ്ററിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടു. പിന്നെ ഞാൻ കുരിശ് വരച്ചു. ഞാനപ്പം പ്രാർത്ഥിച്ചു, നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ വിശ്വാസ പ്രമാണമൊക്കെ പ്രാർത്ഥിച്ച് ദൈവമേ എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു. ആ സമയത്തൊക്കെ എൻ്റെ മുന്നിക്കട വന്ന് ജോയിൻ ചെയ്ത് പറഞ്ഞു വിട്ട ഒത്തിരി ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അതേ സെയിം കമ്പനി തന്നെ. അപ്പോൾ മാതാവ് എന്നെ അന്ന് തൊട്ടിട്ട് കാത്തു പരിപാലിച്ചുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ ഞാൻ ഓഫീസിലേക്ക് കയറുന്നതിന് മുമ്പ് 2 തവണ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ എൻ്റെ ഓഫീസിലേക്ക് കയറുന്നത്, അല്ലെങ്കിൽ ജോലിക്ക് കയറുന്നത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ദിവസം ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ എനിക്ക് അപ്പം തന്നെ ഹെഡ്സപ്പ് തരും. എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട്, എന്തെങ്കിലുമൊക്കെ പ്രശ്നം കൊണ്ട് എനിക്ക് ഹെഡ്സപ്പ് തരും. അപ്പം തന്നെ എനിക്ക് അറിയാം ഓക്കെ ഞാനത് ചെല്ലിയിട്ടില്ല. അപ്പം തന്നെ ഞാൻ ചെല്ലും, 2 തവണ ചെല്ലും, പിന്നെ ഓക്കെയാണ്. പിന്നെ അന്നത്തെ ദിവസം എനിക്ക് ഓക്കെയാണ്. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുമ്പം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ്, ഇടത് കൈ ചെയ്തത് എന്തെന്നോ വലത് കൈ അറിയരുത്. പക്ഷേ ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാറുണ്ട്. അച്ഛൻ്റെ ധ്യാനം കൂടുന്നത് അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ജോലിക്ക് പോണ ടൈമിൽ ഭയങ്കര പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഈ തിരിച്ച് വരുന്ന ടൈമിൽ ഞാൻ വരുന്ന വഴിക്കൊന്നും ഇൻ്റർനെറ്റ് ഇല്ല. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മേനെ കൊണ്ട് യൂട്യൂബ് ചാർജ് ചെയ്യിച്ചിട്ട് 1 വർഷത്തേക്ക് യൂട്യൂബ് പ്രീമിയം എടുത്തിടും. എന്നിട്ട് എല്ലാ ചൊവ്വാഴ്ചത്തെയും ധ്യാനം ഡൗൺലോഡ് ചെയ്തിടും. അപ്പോൾ ഈ സമയത്തുള്ള ഗുണം എന്നാന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ ധ്യാനമുണ്ട്. പക്ഷെ ഞാനത് ചിലപ്പോൾ 1-2 ദിവസം കൊണ്ടായിരിക്കും കേൾക്കുന്നത്, അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും കേൾക്കുന്നത്. പക്ഷേ ആ ഒരു സാധനം കേൾക്കാൻ
ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ എപ്പോഴും തന്നെ അത് കേൾക്കാൻ ഉള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ സാക്ഷിയായാലും ഡൗൺലോഡ് ചെയ്തിട്ട് കേൾക്കും. വചനം വായിച്ചുകൊണ്ടിരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ വെറും ഒരു പേരിന് 90 ദിവസത്തെ ഒരു ചടങ്ങായിട്ട് തീരുന്നേക്കാളും എനിക്കതൊരു ജീവിതചര്യയായിട്ട് തോന്നിയിട്ടുണ്ട്. പലതവണ അച്ഛനിവിടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വെറും ഒരു ഉടമ്പടി അല്ലെങ്കിൽ ഒരു നമ്മുടെ പേരിന് നമ്മൾ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യണ ഒരു സാധനം അല്ലാതെ ഒരു ജീവിതചര്യയായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ചെയ്തതുപോലെ രാവിലെ ഞാൻ ചെയ്തത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് 5:30 ഇത് ചെല്ലണം. 5:30 ചെല്ലണമെങ്കിൽ ഞാൻ അതനുസരിച്ചിട്ട് ഞാൻ പുറകോട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ബാക്ക്വേർഡിൽ, അപ്പോൾ 5 മണിക്ക് എണീക്കണം. 5 മണിക്ക് എണീറ്റാലേ എനിക്ക് 5:30 പ്രാർത്ഥന എല്ലാം പറ്റുള്ളൂ. അപ്പോൾ കാര്യങ്ങൾ അതുപോലെ പ്ലാൻ ചെയ്യാനായിട്ട് ഈ ഒരു ഉടമ്പടി എടുക്കുന്നത് വഴി നമുക്ക് പറ്റും. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും നന്ദി. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ നിന്ന് ഒരു സാക്ഷ്യം പറയാൻ ലഭിച്ചതിനെ ഓർത്ത് ഈശോയ്ക്കും അമ്മ മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് സാൻഡ്ര. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്, അറിയാൻ പറ്റിയത്. പിന്നെ ഞാനും അമ്മയും വന്നിവിടെ ഉടമ്പടി എടുക്കുകയായിരുന്നു. ഞാൻ മാർച്ച് 2024 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. പിന്നെ 2 പ്രാവശ്യം പുതുക്കി. പിന്നെ ഞാൻ എൻ്റെ ഒരു 3rd ഇയർ ആയപ്പോഴാണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. ഞാനൊരു MBBS സ്റ്റുഡൻ്റാണ്. അപ്പോൾ അതിനെ പറ്റിയൊരു സാക്ഷ്യം പറയാനാണ് അവിടെ നിൽക്കുന്നത്. എനിക്ക് എപ്പോഴുള്ളൊരു 3 പ്രശ്നങ്ങളാണ്. തിയറി എന്ന് പറയുന്ന സമയമാകുമ്പോഴൊക്കെ ഞാൻ എത്ര കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചാലും എനിക്ക് എഴുതുമ്പോൾ അതിൻ്റെ അത്രയും എഴുതാൻ പറ്റാറില്ല. ടെൻഷൻ കൊണ്ട് പകുതി മറന്നു പോകാറുണ്ട്. അതേപോലെ തന്നെ പ്രാക്ടിക്കൽസ് ആയാലും എനിക്ക് ചോദിക്കുന്ന എക്സാമിനർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊന്നും ആളുടെ ഒരു മുഖഭാവം മാറിയാൽ തന്നെ എനിക്ക് അപ്പം തന്നെ ടെൻഷനാവും. പിന്നെ എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആയാൽ പോലും ഒന്നും ഉത്തരം പറയില്ല. സ്റ്റക്കായി കംപ്ലീറ്റ്ലി ഞാൻ ബ്ലാങ്കായി അവിടെ നിൽക്കാറുണ്ട്. അതേപോലെയുള്ളൊരു 3ാമത്തെ പ്രശ്നമാണ്, എനിക്ക് ടെൻഷൻ ഭയങ്കരമായിട്ട് കയറും. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ വീട്ടിലാർക്കും ആ ടെൻഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അവർക്കും അത് ഭയങ്കര സ്ട്രെസ്സാണ്. ഒരു എക്സാം വരുമ്പോൾ ഞങ്ങളുടെ ഫാമിലി മൊത്തം ഡല്ലാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫൈനൽ ഇയർ ആയപ്പോഴത്തേക്കും എൻ്റെ ഹോസ്റ്റലിൽ നിന്നൊന്നും പുറത്ത് വിടുന്നില്ലായിരുന്നു. പള്ളി ആയാൽ പോലും കുർബാനയൊന്നും കൂടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഡൗൺ ആയി തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ അമ്മ അബ്രോഡാണ്, ഞങ്ങൾ ഫാമിലി മൊത്തം അബ്രോഡാണ്. അപ്പോൾ അമ്മേനെ ഞാൻ നാട്ടിലേക്ക് കൊണ്ടുവന്ന് പുറത്ത് വേറൊരു സ്ഥലത്ത് പേയിങ് ഗസ്റ്റ് പോലെ ഞങ്ങൾ റൂം എടുത്ത് അവിടെ താമസിച്ചു. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഉടമ്പടിയെ പറ്റി അറിയുവാനും ധ്യാനം ആയാലും ഡെയിലി കുർബാന കൂടാനും ഒക്കെ അതിന് ബെനിഫിറ്റായി എന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ ദൈവത്തോട് അടുക്കാൻ എനിക്ക് പറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അത് കഴിഞ്ഞ് എൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. ഞാൻ തിയറി എക്സാംസുകൾ എഴുതി തുടങ്ങി. എല്ലാ എക്സാമിന് പോകുമ്പോഴും ഉടമ്പടി ഉപ്പ് ഞാൻ എടുക്കും. എനിക്ക് സ്ട്രെസ്സ് വന്ന അപ്പം ഞാൻ അവിടെ ഇടും. ഞാൻ പ്രത്യക്ഷീണത്തിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എക്സാമിന് എനിക്ക് ബുക്ക്ലെറ്റ് കിട്ടുന്നതിന് മുമ്പും ഞാൻ ഇടും. അത് കഴിഞ്ഞ് അങ്ങനെ ഓരോ ഘട്ടത്തിലും ഞാൻ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ടേ ഞാൻ എഴുതുള്ളൂ. എത്ര ടൈം പോകുന്നതെന്ന് ഞാൻ നോക്കാറില്ല. ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞു. ഓരോ തിയറി എക്സാംസ് വെൻ വെൽ. അത്യാവശ്യത്തിന് കുഴപ്പമില്ലാണ്ട് എനിക്ക് അതൊക്കെ കടന്നു പോകാൻ പറ്റി. അത് മാതാവിൻ്റെ ഒരു സ്ട്രോങ് പ്രസൻസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം എൻ്റെ പ്രാക്ടിക്കൽസ് തുടങ്ങി. എൻ്റെ ഫസ്റ്റ് പ്രാക്ടിക്കൽ ഇച്ചിരി ടഫാണ്. മെഡിസിൻ സബ്ജക്റ്റ് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നറിയാം. അപ്പോൾ ടെൻഷനോടുകൂടി തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഞാൻ വാർഡുകളിൽ ഉപ്പിട്ടിട്ടാണ് ഞാൻ കയറിയത്. അപ്പം എനിക്ക് എൻ്റെ ടീച്ചർ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്കറിയായിരുന്നു വൈവ ഭയങ്കര ബുദ്ധിമുട്ടാവുമെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ടഫായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയങ്ങളൊന്നും ഞങ്ങൾക്കൊന്നും വൈവയ്ക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുമാത്രമല്ലാണ്ട് അത് പോരാണ്ട് വേറൊരു സംഭവം കൂടി ഉണ്ടായി. എനിക്ക് കിട്ടിയ കേസ് കുറച്ച് മിസ്ലീഡിങ് ആയിരുന്നു. ഞാൻ എന്ത് ചോദിച്ചാലും ആ പേഷ്യൻ്റ് നോർമലാണ്, കുഴപ്പമൊന്നുമില്ല, ഒട്ടും കോപ്പറേറ്റീവ് ആയിരുന്നില്ല. അപ്പം എനിക്ക് ആകെ കൂടി ബുദ്ധിമുട്ടായ എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കാൻ, ഞാൻ മാത്രം അവിടെ നിൽക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ
2 സാറുമാർ, എന്നെ പഠിപ്പിച്ചിരുന്ന 2 സാറുമാർ അവിടെ ഉള്ള ഇൻവിജിലേറ്റേഴ്സ് വന്നു. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അതിലൊരാൾ ബ്ലൂ ഷർട്ടായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇതാണ് കാരണം, എന്നോടൊന്നും പറയുന്നില്ല അങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ സാറ് വന്നിട്ട് കാര്യങ്ങൾ എനിക്ക് കറക്റ്റായിട്ട് ഇൻസ്ട്രക്ട് ചെയ്ത് തന്നു. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു, ആകെ ഇനി 10 മിനിറ്റ് കൂടെ ഉള്ളൂ, ഇനി ഞാൻ എന്ത് ചെയ്യും സാർ? നീ അത് പേടിക്കണ്ട, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ ടൈം എടുത്ത് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുതി, എങ്ങനെയൊക്കെ എഴുതി ഞാൻ സബ്മിറ്റ് ചെയ്തു. ബട്ട് ദ എക്സാം വാസ് വെരി ടഫ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ടഫായിരുന്നു. ഞാൻ ശരിക്കും വിചാരിച്ചത് തോക്കുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത്. അങ്ങനെ ആ ഒരു എക്സാം കഴിഞ്ഞു. ആ എക്സാം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് ഗൈനക്കോളജി എക്സാമാണ്. അപ്പം ജസ്റ്റ് ഒരു ദിവസം പോലും ഇല്ല, ഞാൻ 5:30 വരെ ഇതിൻ്റെ ട്രോമയിലാണ്. പുലർച്ചെ 5:30 വരെ ഞാൻ ഇങ്ങനെ ഇരിക്കുക, ഞാൻ ഉറങ്ങിയിട്ടില്ല. പുലർച്ചെ 5:30 വരെ ഞാൻ ആ ബുക്ക് നോക്കിയിരിക്കും. എനിക്ക് പറ്റുന്നില്ലായിരുന്നു പഠിക്കാൻ. 7 മണിക്ക് എനിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഞാൻ അവസാനം ഒന്നും പഠിക്കാണ്ട് ഞാൻ ദൈവത്തിന് സമർപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷേ അതും മാതാവിൻ്റെ കരുണ കൊണ്ട് ഇറ്റ് വെൻറ്റ് വെൽ. അങ്ങനെ എൻ്റെ എക്സാംസൊക്കെ കഴിഞ്ഞു. ടെൻഷനാണ്, റിസൾട്ട് ഒന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കാരണം ഞാൻ എന്നിട്ട് അവസാനം റിസൾട്ട് വന്നതിൻ്റെ 1 വീക്ക് മുമ്പ് ഞാനിവിടെ കൃപാസനത്തിൽ എൻ്റെ ഫാമിലിയായിട്ട് വന്നു. ഫാമിലിയായിട്ട് വന്നിട്ട് ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ്സിനായിട്ട് പോയി അവിടെ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി, ബാക്കിയെല്ലാം മാതാവ് നോക്കിക്കോളും. അത് ഭയങ്കര ഒരു എനിക്കും എൻ്റെ ഫാമിലിക്കും ഗ്രേറ്റ് റിലീഫായിരുന്നു. അതിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ ശേഷം റിസൾട്ട് വരുന്ന ആ ഒരു ദിവസം ഞങ്ങൾ പുത്തമ്പള്ളി പറയും, ഞാൻ തൃശ്ശൂരാണ്. അപ്പം മാതാവിൻ്റെ ബസിലിക്കയാണത്. അപ്പം അവിടെ പോയി ഞങ്ങൾ അവിടെ കുർബാന കണ്ട് തിരിച്ചു വന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ റിസൾട്ട് പബ്ലിഷായി. ഞങ്ങളെല്ലാവരും നേരെ പിന്നെയും പള്ളിയിലേക്ക് കയറി. ഞങ്ങളുടെ സൈറ്റ് ജാം ആവുന്നുണ്ടായിരുന്നു, ക്രാഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു ചേട്ടൻ, എവിടുന്നോ ഒരു ചേട്ടൻ വന്ന് ഞങ്ങൾക്ക് കൃപാസനത്തിൻ്റെ ഒരു പത്രം ഇങ്ങനെ തന്നു. അപ്പോഴേക്ക് പിന്നെയും ഇങ്ങനെ മാതാവ് എൻ്റെ ഓരോ സമയത്തും എൻ്റെ ഇൻസിഡൻസിൻ്റെ സമയത്തും സ്ട്രോങ് പ്രസൻസ് ഉണ്ട്, നീ ധൈര്യമായിട്ട് ഇരിക്കുക, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ റിസൾട്ട് വന്നു. എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി എൻ്റെ ഫൈനൽ ഇയർ MBBS പാസ്സായി. മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ മാത്രമല്ല എൻ്റെ ഒരു ആ ഒരു ടഫായിട്ടുള്ള പ്രാക്ടിക്കലിൻ്റെ അന്ന് അതിന് മുമ്പ് എൻ്റെ മോഡൽസിൻ്റെ സമയത്ത് എനിക്കൊരു പേഷ്യൻ്റ് എനിക്ക് കിട്ടിയത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ വെറുതെ എന്തോ സംസാരിച്ചു തുടങ്ങി ആ പേഷ്യൻറ്റിനോട് എക്സാമിൻ്റെ ഇടയ്ക്ക് തന്നെ. അപ്പോൾ ആ പേഷ്യൻ്റ് ഇങ്ങനെ പറഞ്ഞു, എനിക്കിതില്ല, കാശില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് കാശ് ഗൂഗിൾ പേ വഴി അയച്ചു. അത് കഴിഞ്ഞ് ഞാൻ പോയി, അത് കഴിഞ്ഞു. ആ സെയിം കേസ് തന്നെയായിരുന്നു എനിക്ക് ആ ടഫുള്ള എക്സാമിൽ വൺ ഓഫ് ദ കേസായിട്ട് വന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. എനിക്ക് ആ കേസ് നന്നായി പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്ക് തോന്നിയാണ് മാതാവ് ഞാനൊരു സൈഡ് ഞാൻ വീക്കാവുമ്പോൾ അതിന് എന്താ പറയുക, കൗണ്ടറാക്റ്റായിട്ട് മാതാവ് ഇങ്ങനെ വേറെ അനുഗ്രഹങ്ങൾ എനിക്കിങ്ങനെ നൽകിക്കൊണ്ടിരിക്കണ പോലെ എനിക്ക് തോന്നി. പിന്നെ തേർഡ് ഇയർ ആയാലും ഞാനിതേപോലെ തന്നെ ഉടമ്പടി എടുത്ത് അങ്ങനെയാണ് പാസ്സായത് എന്ന്. പിന്നെ വേറെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, അനീതി അവളവിടെ അബ്രോഡാണ്, അവൾ എൻജിനീയറിങ്ങിന് പഠിക്കുകയാണ്. അവൾക്കും ഇതേപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, അവിടുത്തെ ഇൻ്റർനാഷണൽ ലൈസൻസ് സെക്കൻഡ് അറ്റംപ്റ്റിന് തന്നെ പാസ്സാവാൻ സാധിച്ചു. അവിടെ ഉടമ്പടി ഉപ്പും തൈലവും പൂശിയാണ് അവൾ ഓരോ പ്രാവശ്യവും ടെസ്റ്റിന് പൊയ്ക്കൊണ്ടിരുന്നത്. സെക്കൻഡിൽ തന്നെ അറ്റംപ്റ്റിൽ തന്നെ അവൾക്കത് കയറാൻ സാധിച്ചു. പിന്നെ എൻ്റെ പപ്പയ്ക്കാണെങ്കിൽ പോലും വർക്കിൽ ഡിഫിക്കൽട്ടീസ് വരുമ്പോൾ ഇതേപോലെ തന്നെ ഉപ്പ് പ്രയോഗിക്കുകയും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അപ്പം തന്നെ അത് തന്നെ സോൾവ് ചെയ്ത് പോവാറുണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സഹായങ്ങൾ മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ
ഏത് എക്സാം കഴിഞ്ഞാലും ഞാൻ ടയേർഡായാലും ഇല്ലെങ്കിലും അൽഗോ ഞാൻ പോവും. എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോവും. ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ പത്രം വിതരണം ചെയ്യും. അത് കഴിഞ്ഞ ശേഷം തിരിച്ചു വരും. അങ്ങനെയായിരുന്നു എല്ലായ്പ്പോഴും നടന്നുകൊണ്ടിരുന്നത്. ഞാൻ 4 ഇയേഴ്സായിട്ട് 3 ഇയേഴ്സായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പഠിക്കണേൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷേ എൻ്റെ ഫൈനൽ ഇയറിന് ഞാൻ എൻ്റെ പ്രാർത്ഥനയ്ക്കും ഇതേപോലെ പ്രവർത്തനങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ടേ ഞാൻ ബാക്കി എന്തും ചെയ്തുള്ളൂ. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾ എൻ്റെ പേഷ്യൻസിനെ എൻകൗണ്ടർ ചെയ്യുമ്പോൾ, കേസ് എടുക്കാനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം പറയുകയാണെങ്കിൽ എന്നാലാവുന്ന വിധം എന്നിലില്ല, എൻ്റെ പാരൻസിൻ്റെ നിന്ന് ഞാൻ കാശ് മേടിച്ച് ഞാൻ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികളായാലും എല്ലാം ചെയ്യാറുണ്ട്. കുഴപ്പമില്ലാണ്ട് എല്ലാം എന്നാലാവുന്ന രീതിയിൽ നോക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ കുർബാന എല്ലാ ദിവസവും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അമ്മയായിട്ട് പുറത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ദിവസവും കൂടാൻ പറ്റി. എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ പോവാറുണ്ട്. അതേപോലെ തന്നെ ഡെയിലി ബ്ലെസ്സിങ് രാവിലെ കേൾക്കാറുണ്ട്. ഒരു ടൈം ടേബിൾ പോലെ എല്ലാ ദിവസവും എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റാറുള്ളത്. ധ്യാനമായാലും അരമണിക്കൂർ ബൈബിളായാലും സാക്ഷ്യങ്ങളായാലും കേൾക്കാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. എനിക്ക് എന്തെങ്കിലും പെർട്ടിക്കുലറായിട്ട് ഒരു ഫ്രണ്ടിനെ അയക്കണം എന്ന് തോന്നുന്ന അതൊക്കെ ഞാൻ ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കാറുമുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു.